സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും പുതിയ വഴിയിലൂടെ ജീവിതം നിലനിർത്താൻ ശ്രമിക്കുകയാണ് കേളകം അടയ്ക്കാത്തോട് സ്വദേശി ബെന്നി തോമസ്. ബെന്നി വിൽക്കുന്ന കൂപ്പണിന്റെ ഒന്നാം സമ്മാനം സ്വന്തം വീടും സ്ഥലവുമാണ്. കൂപ്പണിന്റെ നറുക്കെടുപ്പ് ഡിസംബർ 20 നടക്കും. രൂപയുണ്ടെങ്കിൽ നിങ്ങളിൽ ആർക്കും എൻ്റെ ഈ പുറകിൽ കാണുന്ന വീട് ഡിസംബർ 20 സ്വന്തമാക്കാം. ഡിസംബർ 20 വരെയാണ് കൂപ്പൺ കാലാവധി. ബെന്നി തോമസിന് ഇനി ഈയൊരു കൂപ്പൺ മാത്രമാണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള ഏക പ്രതീക്ഷ. സങ്കടക്കടലിൽ നിന്നും കര കയറാനുള്ള ഏക കച്ചിത്തുരുമ്പ്. കഷ്ടപ്പാടിലൂടെ ജീവിതത്തിന്റെ ഉയർച്ചയിലേക്ക് കയറുമ്പോഴാണ് ദുരിതങ്ങൾ ഓരോന്നായി ബെന്നിയെ വേട്ടയാടി തുടങ്ങിയത്. ഗൾഫിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന ബെന്നി ബിസിനസ്സിൽ കാലുറപ്പിക്കാൻ ശ്രമിക്കവെയാണ് പ്രശ്നങ്ങളുടെ ആരംഭം. അധ്വാനിച്ചു നിർമ്മിച്ച വീടും സ്ഥലവും പണയത്തിൽ. പിന്നീട് കടക്കെണിയിലാക്കിയ ദുരിതമാണ് ബെന്നിക്ക് ബാക്കിയായത്. ബിസിനസ്സിലുണ്ടായ തകർച്ചകളും ദുരിതങ്ങൾക്കുമൊപ്പമാണ് ഭാര്യയുടെ ക്യാൻസർ വിവരവും പുറത്തുവന്നത്. വീടും സ്ഥലവും വിൽക്കാൻ ശ്രമിച്ചപ്പോഴും നിശ്ചിത വില ലഭിച്ചില്ല. ജീവിതത്തിന്റെ താളം തെറ്റിയ സമയമാണ് തോറ്റുകൊടുക്കില്ലെന്ന വാശിയോടെ കൂപ്പൺ സംവിധാനത്തിലേക്ക് ബെന്നി എത്തിയത്. ഞാൻ ഒരു 35 വർഷം 1990 സൗദി അറേബ്യയിൽ പോയതാണ്. 35 വർഷത്തെ എൻ്റെ പ്രവാസ ജീവിതത്തിൽ 2022 കൊറോണയുടെ സമയത്ത് എൻ്റെ ബിസിനസ്സിന് എൻ്റെ സ്പോൺസർ മരിക്കുകയും അതിനെ തുടർന്ന് ആ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ലൈസൻസൊക്കെ എക്സ്പയറായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു 2.5 കോടി രൂപയോളം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് 2017 ഇവിടുന്ന് ഒരു വീട് വെച്ചതിൻ്റെ ശേഷമാണ്, 2013 ഈ വീട് വെക്കുന്നത്. 2017 ഞാൻ ഈ ലോൺ എടുത്ത ആ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഒരു 55 ലക്ഷം രൂപ ലോൺ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പേരാവരുന്ന് എടുത്തിട്ടാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ 2022 ആ കൊറോണയുടെ സമയത്ത് സ്പോൺസറുടെ മരണത്തെ തുടർന്ന് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ആ ഷോപ്പ് പൂട്ടേണ്ടി വന്നു. അതിനോടുകൂടി എനിക്ക് 2.5 കോടി രൂപയുടെ നഷ്ടങ്ങളുണ്ടായി. അതിനോടനുബന്ധിച്ചാണ് ഈ പ്രതിസന്ധികൾ. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഭാര്യ അതിൻ്റെ ശേഷം ക്യാൻസർ പിടിപെട്ട് ട്രീറ്റ്മെൻറ്റാണ്. കോഴിക്കോട് മുക്കത്തെ MER ട്രീറ്റ്മെൻറ്റ്. അതിനോടനുബന്ധിച്ച് വളരെ സാമ്പത്തിക പ്രതിസന്ധിയായി. 2 വർഷത്തോളം ഈ വീട് വിൽക്കാൻ നോക്കി, നടക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൂപ്പണിൻ്റെ സമ്പ്രദായത്തിൽ ഇത് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 1500 രൂപയുടെ കൂപ്പണാണ് നൽകുന്നത്. ഇതുമാത്രമാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായി ബെന്നി തോമസിന് മുന്നിലുള്ള ഏക വഴി. ബിസിനസ്സിൽ നിന്നും നേരിട്ട തകർച്ചയും കടബാധ്യതയും ഒപ്പം ഭാര്യയുടെ അസുഖവും വലിയ ക്ഷതമാണ് കുടുംബത്തിന് നൽകിയത്. കൂപ്പൺ വിറ്റുകഴിയുന്നതിനായി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. മെയ് മാസം നടത്താൻ തീരുമാനിച്ച നറുക്കെടുപ്പ് കൂപ്പൺ വിറ്റു തീരാത്തതിനെ തുടർന്ന് മാറ്റിവയ്ക്കുകയായിരുന്നു. ഡിസംബർ 20 അടയ്ക്കാത്തോട് സെന്റ് ജോസഫ് ചർച്ച് ഓഡിറ്റോറിയത്തിലാണ് നറുക്കെടുപ്പ് സംഘടിപ്പിക്കുന്നത്. ഇത് ഞാൻ ഈ മാസം 20-ാം തീയതിയും ഡിസംബർ 20 ആണ് നറുക്കെടുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അടയ്ക്കാത്തോട് സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ പാരിഷ് ഹാളിലാണ് നറുക്കെടുപ്പും അതിനോടനുബന്ധിച്ച എല്ലാവിധ കാര്യങ്ങളും നടത്തുന്നത്. ഇതിൽ പള്ളിയും കൂടെ അവരുടെ നേതൃത്വത്തിലും കൂടെ ആണ്, മാനന്തവാടി രൂപതയും കൂടെ ഏറ്റെടുത്തിട്ടാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് നടത്തുന്നത്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ആയിരിക്കും നടത്തുന്നത്. പിന്നെ എല്ലാ രാഷ്ട്രീയ ജനപ്രതിനിധികളും പുതിയ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടെങ്കിൽ അതും ഞങ്ങളുടെ വാർഡ് മെമ്പർമാരും എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരിക്കും നറുക്കെടുപ്പ് ഏറ്റവും സുതാര്യമായ രീതിയിൽ നടത്തുന്നതായിരിക്കും. പിന്നെ ഇത് നേരത്തെ കഴിഞ്ഞ മെയ് മാസം നടത്താനിരുന്നതായിരുന്നു. പക്ഷേ അന്ന് കൂപ്പൺ വിറ്റ് തീരാത്തതുകൊണ്ട് ഈ കണ്ണൂർ വിഷനൊക്കെ നോട്ടീസ് ചെയ്തതായിരുന്നു. അത് വിറ്റ് തീരാത്തതുകൊണ്ട് നമ്മളൊരു വാർത്താസമ്മേളനമൊക്കെ നടത്തിയിട്ടാണ് അത് മാറ്റിവെച്ചത്. പിന്നെ കുറേ മാസങ്ങൾ
വളരെ പ്രതിസന്ധിയിലായിരുന്നു. കൂപ്പണൊന്നും വിറ്റ് പോകുന്നില്ലായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പം എല്ലാവരോടും സഹകരിച്ച് ഇത്രയും പെട്ടെന്ന് ഇതിപ്പോൾ കൂപ്പൺ കുറച്ചും കൂടെ ഉള്ളൂ വിറ്റ് തീരാൻ. അപ്പോൾ എല്ലാവരുടെ സാന്നിധ്യത്തിലായിരിക്കും നറുക്കെടുപ്പ് നടത്തുക. ഇനി അതിലൊരു മാറ്റം ഉണ്ടാകത്തില്ല. ഒരു ഫിക്സഡ് ഡേറ്റാണ് ഡിസംബർ 20-ാം തീയതി വൈകിട്ട് 4 മണിക്കാണ്. 1500 രൂപയുടെ കൂപ്പണിലൂടെ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം 26 സെന്റ് സ്ഥലവും 3300 സ്ക്വയർ ഫീറ്റ് വീടും, രണ്ടാം സമ്മാനം ഉപയോഗിച്ച താർ, മൂന്നാം സമ്മാനം ഉപയോഗിച്ച സെലേറിയോ കാറാണ്. ബുള്ളറ്റാണ് 4ാം സമ്മാനമായി നൽകുന്നത്. അർഹതപ്പെട്ട കൈകളിലേക്ക് കൂപ്പൺ സമ്മാനങ്ങൾ എത്തണമെന്നാണ് ബെന്നി തോമസിന്റെ ആഗ്രഹം. ജീവിതത്തിലുള്ള തകർച്ചയിൽ നിന്നും മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ബെന്നിച്ചേട്ടൻ ഇത്തരമൊരു പ്രതീക്ഷയിലേക്ക് എത്തിച്ചേർന്നത്. ഈ 1500 രൂപയുടെ കൂപ്പണിൽ നിന്നും ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിലേക്ക് വീട് എത്തിച്ചേരണമെന്നാണ് ബെന്നിച്ചേട്ടൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ബെന്നിച്ചേട്ടൻ്റെ എല്ലാ സങ്കടങ്ങളിൽ നിന്നും കരകയറാനുള്ള ഏക ആശ്രയം കൂടിയാണ് ഈ കൂപ്പൺ. ക്യാമറമാൻ യദു കണ്ണപുരത്തിനോടൊപ്പം പ്രതിഭ പ്രദീപ്, കണ്ണൂർ വിഷൻ.